ദൈവവചന ശുശ്രൂഷയ്ക്കായി ശ്രമിച്ചിരിക്കുന്നു. രണ്ടുപേരുടെ ശുശ്രൂഷിക്കാനുള്ള അവസരം സാധ്യതയില്ലാത്തതുകൊണ്ട് അതിഥിയായി കടന്നു വന്ന കർത്താവിന്റെ നാമത്തെ തുടർന്നുള്ളതായ സമയം ദൈവവചനത്തിന് 12:50 വരെയുള്ളതായ സമയം ദൈവവചനത്തിന് ശുശ്രൂഷിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അംഗീകാരമായി ചെയ്യുവാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. സഭയിലായിരുന്നപ്പോൾ കർത്താവിന്റെ ദാസനും ദാസിയും അവിടെ ചില മാസങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ആരാധിക്കാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങളോടൊപ്പം തന്നെ അവരെ നമ്മുടെ കോഴഞ്ചേരിക്കടുത്ത് ഒരു വീട് ലഭിക്കാൻ അവിടെ ആയിപ്പോൾ ദൈവ സഹായിച്ചുകൊണ്ട് വിവരമായതുകൊണ്ട് അവിടെ അടുത്ത് എല്ലാവരെയും കുടുംബമായിട്ട് കണ്ടുവരികയും ഒക്കെ കർത്താവിന്റെ ആദ്യം നമുക്ക് സൂചിക്കുന്ന ഒരു കാലം ഞങ്ങളോട് വായിക്കുന്നവരുടെ സന്തോഷം കൊടുക്കുന്നുള്ളതായ സമയം കർത്താവിന്റെ ആസ്വദിക്കുന്നതിനോട് സംസാരിക്കും. അത് നമുക്ക് വളരെ ആത്മീയ അനുഭവം പറയുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവത്തിന് പ്രാർത്ഥനയായിരിക്കാം. അതിനെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കും. Praise the Lord. Praise the Lord. ഈ 2024 വർഷം ഓഗസ്റ്റ് മാസം 18-ാം തീയതി ദൈവസന്നിധിയിൽ ഞങ്ങളുടെ കുടുംബമായി സഭായോഗത്തിൽ കൂടുവാനും ഈ സഭയിൽ മെഴിക്കൂർ IPC എബനേസർ ദൈവസഭയിൽ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളോട് വേണ്ട. ശബ്ദം കേൾക്കൂലേ? ശബ്ദം ഉണ്ട്. അല്ല, മൈക്കില്ലാതെയാണ് എനിക്ക് താല്പര്യം. പിന്നെ ഇടറി പോകുമ്പോൾ എടുത്തോളാം ശോധന. കാരണം പലയിടത്തും 90% സഭകളിലൊക്കെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് 21 വർഷമായിട്ട് പോയതല്ലാതെ മൈക്ക് എടുക്കുമ്പോൾ കറണ്ട് പോവും. പിന്നെ ഇൻവെർട്ടർ ഉള്ള സ്ഥലത്തൊക്കെ കുഴപ്പമില്ല, അല്ലാത്തപ്പോൾ കറണ്ട് പോകാറുണ്ട്. IT-യിലും അത് സംഭവിച്ചായിരുന്നു. പിന്നെ അവിടെ കർത്താവ് സഹായിച്ചു. സ്തോത്രം. പ്രൈസ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നിങ്ങളോട് ചേർന്ന് ആത്മാവിൻ്റെ സത്യം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ജീവൻ്റെ സാക്ഷ്യങ്ങൾ കേൾപ്പാൻ, ജീവൻ്റെ വചനം കേൾപ്പാൻ കർത്താവ് നിങ്ങളോട് കാണിച്ച കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്ന ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വീഴാതോണങ്ങളെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള സ്വർഗ്ഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾ നിത്യസ്നേഹത്താൽ സ്നേഹിച്ച് ഞങ്ങളുടെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടി കാണുമാർഗ കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ നാളുകളെല്ലാം ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതാവേ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അതാവേ ചുറ്റുപാടിൽ ഞങ്ങളുടെ കുടുംബക്കാരിൽ, ചാച്ചക്കാരിൽ, അയൽവാസികളിൽ, ദേശനിവാസികളിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ, അതാവ് ദൂരസ്ഥലായ അനേക രാജ്യങ്ങളിൽ അനേക ജീവിതങ്ങൾ ദൈവമക്കൾ, ദേവദാസന്മാർ ഈ ലോകം വിട്ട് പോയപ്പോൾ, മരണം വഴിയായി പോയപ്പോൾ, മറ്റനേകർ ICU-ലായിരിക്കുമ്പോൾ, മറ്റനേകർ ആശുപത്രിയിൽ അതാവേ അഭയം തേടുമ്പോൾ, മറ്റനേകർ മാറാ രോഗത്താൽ ഭവനങ്ങൾ കിടപ്പിലായിരിക്കുമ്പോൾ ഞങ്ങളോട് കാണിച്ച കരുണയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദയയ്ക്കായി സ്തോത്രം, അങ്ങനെ വിശ്വസ്തയ്ക്കായി സ്തോത്രം, അങ്ങനെ ദീർഘക്ഷമയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ താവേ 18-ാം തീയതി ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ചെയ്ത നന്മകൾ ഓർത്ത് എണ്ണി സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല താവേ സംഗീതത്തിൽ നിന്ന് അങ്ങനെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം, അതേപ്പാ ഞങ്ങളെ താവ് ന്യായമായ നടത്തുന്ന ദൈവം, ആ ദൈവത്തെ ന്യായത്തോടെ കാണുവാൻ ഞങ്ങളെ കൂടുതലായി സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു, പഠിപ്പിക്കുന്ന സാർമാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി അങ്ങയുടെ ആത്മാ നിയോഗത്താൽ അങ്ങ് താവ് ഈ ദൈവസഭയിൽ ആക്കി വെച്ച അതാവ് ഞങ്ങളുടെ ദാസൻ യോനാൻ പാസ്റ്ററായി സുസനാനിക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താവ് ദൈവസഭയെ നയിപ്പാൻ, താവ് ഇടയ ശുശ്രൂഷ അതാവ് ഈ സഭയും ചെയ്തെടുപ്പാൻ അങ്ങനെ ആത്മാവരെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ദൈവാലോചന പ്രകാരം വചനപ്രകാരം ഇന്നയോളം നടത്തിയല്ലോ, അതോട്ട് സ്തോത്രം ചെയ്യുന്ന ദൈവസഭയോട് ചേർന്ന് നിന്ന് അതേപോലെ ആത്മീയ യുദ്ധം ചെയ്യുവാൻ, ഈ ദേശത്തെ പിടിച്ചെടുപ്പാൻ ദൈവാത്മാവെ സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതായത് സാക്ഷ്യം പറഞ്ഞവർക്കും പറയാത്തവർക്കായി സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അതായത് അല്പസമയം ദൈവസം ഇരിക്കുന്ന അങ്ങയുടെ ആത്മാങ്ങളെ സംസാരിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അടിയേണ്ട താവെ ആലോചനയല്ല സ്തോത്രം, ദൈവത്തിൻ്റെ ആലോചന, ദൈവവചനം താവെ വ്യാഖ്യാനിപ്പാൻ, അത് മനസ്സിലാക്കുവാൻ സഭയായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മാവ് അടിയനോട് സംസാരിക്കണമേ, അങ്ങനെ ജനത്തോട് അങ്ങനെ ആത്മാവ് സംസാരിക്കണമേ. ഇന്ന് പകർത്താവ് നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങൾ, ലോകം പാടുന്ന സഭായോഗങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെ ദാസൻ കുടുംബത്തിനായി സ്തുതിക്കുന്നു. താവേ ദൈവസഭയ്ക്കായി സ്തോത്രം. ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി, ശാരീരമായി പിതാവായ ദൈവത്തിനെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാസിന്റെ താവേ ശുശ്രൂഷ ഈ സഭയ്ക്ക് മാത്രമല്ല
ഈ സെന്ററിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഈ ദേശനിവാസികൾക്ക് ഒരു അനുഗ്രഹം വിടുതലാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. താവേ മകന് താവിനായ കുടുംബത്തിനായി സ്തോത്രം, ദൂരെയായിരിക്കുന്ന മകൾക്കും കുടുംബത്തിനായി സ്തോത്രം, അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കൈകൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം. സങ്കീർത്തന പ്രബോധനം ദൈവാത്മാവ് നമ്മോട് നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പാസ്റ്റർ എൻ്റെ ഭാര്യ ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾ ചില നാളുകൾ അവിടെ, ചില മാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആകെ 2 മാസം ഉണ്ടായുള്ളൂ. ആകെ 2 മാസം ഉണ്ടായിരുന്നു. ചിലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 6, 8, 9, 10 ഒക്കെ വിചാരിക്കും സ്തോത്രം. പക്ഷേ ആകെ 2, നവംബർ മാസം, ഡിസംബർ മാസം, ഈ 2 മാസത്തിലെ സ്നേഹബന്ധമാണ് ഇവിടെ വരുവാൻ കാരണം. അപ്പോൾ അത്രയും ഞങ്ങൾ വിശ്വാസം വന്നുകൊണ്ടല്ലേ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ, പാസ്റ്റർമാരായ എന്നെ ഉൾപ്പെടെ വിശ്വസിക്കാൻ പറ്റില്ല. സ്തോത്രം. രണ്ടും ഉണ്ട്. പാസ്റ്റർമാരെ വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വാസിയും വിശ്വസിക്കാൻ പറ്റില്ല. ആരെ ഏത് ടൈപ്പാണ് നമുക്ക് അറിയില്ല. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ പലയിടത്തും പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ഒരു ഹല്ലേലൂയ സാക്ഷ്യം കേൾപ്പാൻ ഇടവന്നു. സ്തോത്രം. ഒരാൾ പാസ്റ്ററാണ് കയറി വന്ന ഒരു വീട്ടിൽ പോയതാണ്. അപ്പോൾ പാസ്റ്ററാണ് എന്ന് പറഞ്ഞ് കയറി വന്നപ്പോൾ പാസ്റ്ററാണ് ആയിക്കുക. അവരെ ആദരിച്ചു. അത് അല്പസമയം സ്തോത്രം അത് ഇരുന്ന് സംസാരിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മുമ്പേ പാസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു. അവർ അകത്ത് പോയി വെള്ളം എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആളില്ല. ആൾ മാത്രമല്ല, ടി വിയും ഇല്ല, ആളുമില്ല. ഞങ്ങളിവിടെ ഒന്നും സംഭവിക്കുന്നതായി സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞങ്ങളവിടെയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ആൾ വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ, സഹോദരി തിരിച്ചു വന്നപ്പോൾ ഈ പറഞ്ഞ പാസ്റ്ററും ഇല്ല, അവരുടെ വീട്ടിൽ ടി വി ഇല്ല. സ്വന്തം. അപ്പോൾ അതുകൊണ്ട് ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. 2 മാസം കൊണ്ട് അതേ സ്വന്തം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ എന്ന് വിശ്വസിച്ച് ഞങ്ങളതിൽ പലപ്പോഴായിട്ട് ശുശ്രൂഷ ഏൽപ്പിച്ച് ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പലപ്പോഴും വെള്ളിയാഴ്ച ആയിക്കോട്ടെ, ഞായറാഴ്ച ആയിക്കോട്ടെ പോകുമ്പോഴൊക്കെയും കുറഞ്ഞത് 20 മിനിറ്റ്, 20-25. കാരണം പിന്നെ അതുകൂടാതെ എൻ്റെ കൈയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് എക്സ്ട്രയും എടുക്കാറുണ്ട്. ഇന്ന് അധികം എടുക്കില്ല, കൃത്യം സമയം നിർത്തും. സ്വന്തം പാസ്റ്റർ സമയം തന്നാൽ 5 മിനിറ്റ് അധികം എടുക്കാറുണ്ട്. അതും അതിനകത്ത് ഒരു പ്രയാസം പറയാതെ ആ ദിവസങ്ങളൊക്കെ ഒന്നിച്ച് കൂട്ടുദൈവദാസൻ എന്ന് ആദരിച്ച് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്തദാസനെയും കുടുംബത്തെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽ അത് ദൈവസ്ഥനെ നമുക്ക് ആരിപ്പാൻ സഹോദരൻ അനീഷിനായി സ്തോത്രം ചെയ്യുന്നത്. അന്നത്തെ ഒച്ചയൊന്നും ഇല്ലല്ലോ. പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ആൾ കണ്ടപ്പോൾ മനസ്സിലായി. അന്ന് ITA വന്നപ്പോഴുള്ള ശബ്ദമൊന്നും ഇല്ലന്ന്. അന്ന് മൈക്കില്ലാതെയാണ് സംസാരിച്ചു. പോട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്ത് താൻ പറഞ്ഞ പോലെ അതേ സ്നേഹത്തിൽ ഈ 3-ൽ സ്നേഹമാകുന്ന ഏറ്റവും വലുത്. എൻ്റെ വിഷയം അതല്ല. സ്തോത്രം. ദൈവാത്മാവിനോട് ഇടപെട്ട് 1.5 മാസം മുമ്പേ, സത്യമാണല്ലോ പറയേണ്ടത്, 1.5 മാസം മുമ്പേ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ദൈവാത്മാവിനോട് ഇടപെട്ട എൻ്റെ ഭാര്യ ഭാഗം വായിച്ച് വന്നപ്പോൾ എന്നോട് ദൈവാത്മാ ഇടപെട്ട് 1.5 മാസം മുമ്പേ അത് ഏകദേശം 5-6 സഭകളിൽ ഞാൻ പറഞ്ഞു. സ്തോത്രം. ഇവിടെ നിങ്ങൾ കേട്ടിട്ടില്ല, അപ്പോൾ വീണ്ടും നിങ്ങളോട് പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ മെഞ്ഞാന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി ഇവിടെ വരികയാണല്ലോ. മെഞ്ഞാന്ന് ഇന്നലെയൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് വന്നപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു ദർശനം തന്നു. അത് ഈ വചനത്തിൽ ഒന്ന് ചേർന്ന് ആകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ വചനം ദൈവം ഓർപ്പിച്ചു, ആ ദർശനത്തെയും അല്ലെ വെളിപ്പാടിനെ കർത്താവ് ഓർപ്പിച്ചു അത് സ്തോത്രം ചെയ്യുന്നു. അതിനു മുമ്പേ പ്രൈസ് ലോർഡ് പാസ്റ്ററോടും ആൻറ്റിയോടും ക്ഷമ വഹിക്കട്ടെ. 2 ആഴ്ച മുമ്പേ വരാൻ വേണ്ടിയ പാസ്റ്റർ ആവശ്യപ്പെട്ടത്, പക്ഷേ അന്ന് എന്തോ പറഞ്ഞതിനകത്ത് എനിക്ക് മനസ്സിലായില്ല, തെറ്റിപ്പോയി. അതുകൊണ്ട് പാസ്റ്ററോട് സഭയുടെ മുമ്പാകെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമുണ്ട്. കർത്താവിനോട് പറയാം, കർത്താവെ പാസ്റ്ററോട് ഞാൻ സഭയെ വെച്ച് ക്ഷമ ചോദിച്ചു. നിങ്ങൾക്ക് നാടും അറിയാത്ത വിഷയമാണ്, പക്ഷേ ക്ഷമ ചോദിക്കുമ്പോൾ, കാരണം അവിടെ ചെല്ലുമ്പോൾ ലോകം എമ്പാടുമില്ല കഴിഞ്ഞ നാളുകൾ അല്ലെ അവിടെ എടുക്കപ്പെടുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ക്ഷമ ചോദിക്കേണ്ടി വരും. ആരുടെ മുമ്പാകെ? സകല വിശുദ്ധന്മാരുടെ മുമ്പാകെ. എന്തോ നാണക്കേടാ. ഇവിടെ 10 പേര് മുമ്പാകെ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നാണം കെട്ട് തൊലി ഉറിഞ്ഞു പോകുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ. ഞങ്ങളുടെ ഭാഷ, എറണാകുളം ഭാഷ, ആലുവ ഭാഷ, തൊല്ലി ഉറിഞ്ഞ് പോകുന്നൊക്കെ അനുഭവം അവിടെ വരാതിരിക്കാൻ വേണ്ടി ഇവിടെ പേര് പക്ഷേ എടുത്തു. സഭ എന്നോട് മൊത്തമായി ക്ഷമിക്കണമെന്നല്ല, പേരെടുത്ത് പറയണം. ഇന്ന ആളാണ് ഇന്ന്, അല്ലാതെ ഹല്ലേലൂയ സ്വത്ത് അല്ലാതെ സ്വത്ത് അത് ക്ഷമ ചോദിക്കേണ്ട രീതി ബൈബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇടപെട്ട ആ വാക്യം യശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം. യശയ്യാ 7:4. അതിനോട് ചേർന്ന് 1-2 വാക്യങ്ങൾ, 1-2 വാക്കുകൾ അത് ഇന്നത്തെ സങ്കീർത്തനത്തിൽ അത് ദൈവാത്മാവ് സ്വന്തം കർത്താവ് പാസ്റ്റർ അത് തൊട്ടില്ല എങ്കിലും തന്നെ ആ വായിച്ച ഭാഗം ചില വാക്കുകൾ ഉണ്ടായിരുന്നു. അത് വീണ്ടും എന്നെ ഉറപ്പിച്ചു തോർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. മഹത്വം. യശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം. സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോവുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ചേർന്ന് കർത്താവ് തന്ന വെളിപ്പാട് സ്തോത്രം. ഒരു തുരങ്കം
വലിയ നല്ലൊരു തുരങ്കം നമ്മുടെ ഇന്ത്യയിൽ ആണ്. എങ്ങനെയും നല്ലൊരു തുരങ്കം, അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെളിച്ചമിട്ടാണ് നമ്മൾ തുരങ്കത്തിൽ കടന്നു പോകുമ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നല്ല സ്പീഡോടെ 4 ലൈൻ 4 ലൈൻ അതേ തുരങ്കമാണ്. നല്ല വളവുണ്ട്, കാണിച്ചത് നല്ല വളവിൽ. പക്ഷെ വളവ് നമുക്ക് അറിയാം, പൊതുവേ വലിയ സാധാരണ വളവായാലും തുരങ്കത്തിലെ വളവായാലും വളവ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂക്ഷിച്ച് കൊള്ളണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വണ്ടി നമ്മൾ സ്പീഡ് സ്ലോ ആക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് ഓർപ്പിച്ചൊരു വിഷയം സൂക്ഷിക്കാൻ. അതേ നല്ല വഴിയാണ്, യേശു ആകുന്ന വഴിയിൽ നമ്മൾ ആയിരിക്കുന്ന. നല്ല വെളിച്ചമുണ്ട്, യേശുവിൻ്റെ വെളിച്ചം, വചനത്തിൻ്റെ വെളിച്ചം, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമുക്കുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധയോടെ കരുതുവാൻ, ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ. പ്രൈസ് ദി ലോർഡ്. കേട്ടത് അതേ സ്തോത്രം, അതേ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ദൈവാത്മാവ് നമുക്ക് അതിൽ ഇന്ന് പകൽ വീണ്ടും ഒരു പ്രബോധനം, അതേ ഒരു ആലോചന നമുക്ക് തരികയാണ്. ദൈവസഭ സൂക്ഷിക്കണം, ദൈവമക്കൾ ഓരോരുത്തരും സൂക്ഷിക്കണം. എനിക്ക് എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നെയും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ മക്കളുടെ കാര്യം ഒട്ടും പറയണ്ട. കൊച്ചുമക്കളുടെ കാര്യമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് എന്തായാലും അവർ പോകും, സ്വർഗത്തിൽ പോകും. പക്ഷേ രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം അവർ പോവും. രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ വളരെ പ്രയാസമാണ്. സ്നാനപ്പെട്ടവരാണെങ്കിൽ പ്രയാസമാണ്. നമ്മുടെ മാതാപിതാക്കളായ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതേ അവിശ്വാസം കൊണ്ടുവരുവാൻ ഇടവരാൻ പാടില്ല. എബ്രായലേഖനം 3:12-13 വായിക്കുന്ന അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും, അത് സെൻട്രൽ പാസ്റ്റർ ആയിക്കോട്ടെ, IPCയുടെ സ്ഥാപനം ആയിക്കോട്ടെ, കെ പാസ്റ്റർ മരിച്ചു എങ്കിലും പറയാണ്. അപ്പോൾ എത്ര വലിയ ആളായി, ചെറിയൊരു വിശ്വാസി ആയിക്കോട്ടെ, ആരിലും അവിശ്വാസം കടക്കാതെ നാം അന്യോന്യം ഭാരങ്ങൾ ചുമപ്പാൻ, നാം അന്യോന്യം പ്രാർത്ഥിക്കുന്നതായി തീരുവാൻ, നാം അന്യോന്യം ആത്മാവിൽ പോരാടുവാൻ ദൈവാത്മാവ് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ ജനത്തോട് സ്തോത്രം, അത് അധൈര്യപ്പെട്ട സ്ഥാനത്ത് ദൈവാത്മാവ് തക്ക സമയങ്ങളിൽ നമുക്ക് വചനം നൽകി നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. നമുക്ക് വചനം നൽകി നമ്മളെ ആശ്വസിപ്പിക്കുന്നു. വചനമാണ് എല്ലാത്തിനും അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. വചന നിമിത്തമാണ് പാട്ട് വന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭാരപ്പെടുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ പാട്ടാണ് പാടുന്നത്. പ്രൈസ് ദി ലോർഡ്. വചന നിമിത്തമാണ് പാട്ട് വന്നത്, പക്ഷേ പാട്ടോളം വരില്ല വചനം. വചനം സംഗ്രഹിക്കാനാണ് കർത്താവിൻ്റെ വചനം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കർത്താവ് നൽകിയ ആലോചന സ്തോത്രം, എൻ്റെ വചനങ്ങളെ നീ സംഗ്രഹിക്കണം, എൻ്റെ വചനങ്ങളെ നീ പ്രമാണിക്കണം, എൻ്റെ വചനങ്ങളെ നീ അനുസരിക്കണം, അത് പഠിക്കണം. നിൻ്റെ മക്കളും മക്കളുടെ മക്കൾക്കും അത് നീ ഉപദേശിച്ച് കൊടുക്കണം. പാസ്റ്റർ അല്ല, സൺഡേ സ്കൂളും അല്ല. കാരണം ആഴ്ചയിൽ 1 മണിക്കൂറുള്ള ഒന്നുമല്ല, 3/4 മണിക്കൂറും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ പോയപ്പോൾ 1/2 മണിക്കൂറുള്ളൂ. 1/2 മണിക്കൂറിന് എന്ത് പറഞ്ഞു കൊടുക്കും? വീട്ടിലാണ് സൺഡേ സ്കൂൾ ആദ്യം ആരംഭിക്കേണ്ടത്. വീട്ടിലാണ് സഭായോഗം, അതേ രാത്രി പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. മക്കൾ അത് കണ്ട് വളരുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാനങ്ങനെ വിശ്വസിക്കുന്നു, സഭയിൽ അങ്ങനെ നടക്കുന്നതെന്ന്. അല്ലാത്ത പക്ഷം എനിക്ക് വിഷയമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയും, അപ്പോൾ ദൈവസഭയെ ബലപ്പെടുത്താൻ വേണ്ടി ഹല്ലേലൂയ ദൈവാത്മാവ് അവിടെ പറയുന്നൊരു കാര്യം, അതേ സൂക്ഷിച്ച് കൊള്ളുക. സൂക്ഷിപ്പാൻ ചൂടുള്ള അതേ പാത്രം നമ്മൾ വെക്കുമ്പോൾ മക്കളോട് പറയും, മക്കളെ അത് തുടർന്ന് സൂക്ഷിക്കണം അല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? ജോഷ് ഇവിടെ വന്ന് പരിചയപ്പെട്ടാൽ ആദ്യത്തെ മോനാ സ്വതന്ത്രം ജോഷ്. ഹിന്ദിയിലൊരു വാക്കാ ജോഷ് അല്ലേ? സ്വതന്ത്രം. ഞാൻ ജോഷിയോടെ ഷോർട്ട് ഫാമാന്ന് വിചാരിച്ചു പോയി. ഹിന്ദിയിൽ ജോഷ് എന്ന എരിവോടെ, ആ വാക്കന്നെ സ്വതന്ത്രം, അതിനകത്ത് ബലമുണ്ട്. എരിവോടെ ദൈവത്തെ സേവിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ബലത്തോടെ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പറയുകയാണ് സൂക്ഷിക്കണം, തൊട്ടാൽ അത് പൊള്ളും, അല്ലെങ്കിൽ അവിടെ പോകാൻ പാടില്ല, പോയാൽ പ്രയാസമാകും, കുഴിയുണ്ട്, അത് നോക്കി കടക്കണം. അപ്പോൾ സൂക്ഷിപ്പാൻ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ 1000-ഓളം അതേ വാക്യങ്ങളുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ്. കാരണം തെറ്റിക്കുന്ന ലോകത്തിൽ ആണ് ദൈവം നമ്മളെ ആക്കി വെച്ചത്. അതിനുവേണ്ടിയാണ്, എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ആ തെറ്റിക്കുന്ന അനുഭവത്തിന് മാറി ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് സഭയിൽ നമ്മളെ ആക്കി വെച്ച്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നത്, അതിനുവേണ്ടി ആ കൂട്ടായ്മ തന്നത്, അതിനുവേണ്ടി ആ കുടുംബത്തെ കർത്താവ് തന്നത്. ഇത് നിമിത്തം ഹല്ലേലൂയ ദൈവവചനം തന്നത്. എന്തിനാ? ഇതെല്ലാം കൂട്ടി ചേർന്നാലേ ഹല്ലേലൂയ നമുക്ക് സൂക്ഷിപ്പാൻ പറ്റുള്ളൂ. ഞാൻ ചോറുണ്ടെന്ന് പറയുമ്പോൾ അരി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സ്വത്രം നിങ്ങൾ
പാസ്റ്ററിനെ പോലെയല്ല കേട്ടോ എൻ്റെ ശുശ്രൂഷ. അത് വ്യത്യാസമുണ്ടല്ലോ. എന്തായാലും പാസ്റ്റർമാർ തമ്മിൽ ശുശ്രൂഷ വ്യത്യാസമുണ്ട്. പാസ്റ്ററെ സ്തോത്രം ഹല്ലേലൂയ വായിപ്പിക്കും. അത് ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വായിപ്പിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല. വേറെ സഭയിൽ അവിടെ ഇരുന്നപ്പോഴും ഇങ്ങനെയാണ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ പറയുന്നത് അത് ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ട്. മാത്രമല്ല അത് ഗ്രഹിപ്പിക്കുന്ന അനുഭവം. വെറുതെ ഓടിച്ചിട്ട് പറയല്ല, നിന്ന് കാര്യം പറയും. പക്ഷേ ഞാനങ്ങനെയല്ല. ഞാൻ ഇടയ്ക്ക് വായിപ്പിക്കും. സ്തോത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പതുക്കെ അത് ആണ് കാര്യങ്ങൾ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അത് സൂക്ഷിക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. പല കാര്യം സൂക്ഷിപ്പാൻ നമുക്ക് ദൈവവചനം നമുക്ക് പ്രബോധനം തന്നുണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കാം അതിനോട് ചേർന്ന്. അത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. ആവർത്തനം 6:7. ആവർത്തനം 6:7. ആ നീ അവയെ നിന്റെ കൽപ്പന, ഞാൻ നിനക്ക് തരുന്ന കൽപ്പന നിന്റെ മക്കളോട് ഉപദേശിച്ച് കൊടുക്കുകയും അത് എപ്പോഴൊക്കെയാണ് നീ കേട്ടില്ല വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, ഉണരുമ്പോൾ. അവയെക്കുറിച്ച് സംസാരിക്കണ്ടേ. ട്യൂഷൻ്റെ കാര്യമല്ല, അഡ്മിഷൻ്റെ കാര്യമല്ല, ജോലിയുടെ കാര്യമല്ല. സ്തോത്രം. അത് പുറകാലെ വന്നോളും. നീ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ പെന്തക്കോസ്ത് സഭകളെല്ലാം തെറ്റിപ്പോയി. പിതാക്കന്മാർ ചെയ്തു. 100 വർഷം മുമ്പ് കെ ഇബ്രാഹിം പാസ്റ്ററിൻ്റെ സമയം മുതൽ ചെയ്തു. അവരുടെ തലമുറ ചെയ്തു. തലമുറ ചെയ്തോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ നമ്മുടെ അവസ്ഥകൾ മാറിയല്ലോ. സ്തോത്രം. എങ്ങനെയൊക്കെയാണ്? എഴുന്നേൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ. അതിന് പ്രമാണം ഞാൻ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രമാണം ഞാൻ അറിഞ്ഞാലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പ്രമാണം അറിയണം. ദൈവമാനെ നീ നിന്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കുവാൻ. അവിടെ പുരോഹിതനോടല്ല പറഞ്ഞത്. പുരോഹിതന്റെ പക്കൽ നീ പഠിക്കണം. എന്നിട്ട് എൻ്റെ വചനം ഞാൻ തന്നിരിക്കുന്ന അത് മക്കളോടും അവരുടെ മക്കളോടും പറയണം. സ്തോത്രം. ഇന്ന് അപ്പൂപ്പന്മാരാകുമ്പോഴത്തേക്ക് അമ്മൂമ്മയാകുമ്പോഴത്തേക്ക് എന്താണ് ഹല്ലേലൂയ നമുക്ക് മടിയാ. അയ്യോ കൊച്ചല്ലേ, അടിക്കില്ല. ആന ഞങ്ങൾ അവിടെയൊക്കെ ആന കളിപ്പിക്കും. ആന ഇവിടെ ഈ നാട്ടിലുണ്ടോ? ഈ നാട്ടിൽ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ തിരുവല്ലക്കാരിയാണ്. അപ്പം നിങ്ങളുടെ ജില്ല തന്നെയാണ്, പത്തനംതിട്ട ജില്ല തന്നെയാണ് കേട്ടോ. സ്തോത്രം. ആന കളിപ്പിക്കുന്ന ഒരു അനുഭവം. ആന കളിപ്പിക്കും, പക്ഷേ ഉപദേശം പറഞ്ഞു കൊടുക്കൂല. വാർദ്ധക്യം തന്നതെന്തിനാ? ഈ കൊച്ചുമക്കളോടും അവരുടെ മക്കളോടും നിങ്ങളുടെ ദൈവത്തിന് ഉപദേശം പഠിപ്പിച്ചുകൂടാ. ആന കളിപ്പിച്ചോ? ആ കൂട്ടത്തിൽ ഉപദേശം പറഞ്ഞു കൊടുക്കുവാൻ. സ്തോത്രം. മടങ്ങി വരാൻ യെശയ്യാവിലേക്ക് പറയാണ് സൂക്ഷിച്ചു കൊള്ളുവാൻ. യേശുക്രിസ്തു പറയാണ് മനുഷ്യൻ്റെ ഉപദേശത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. കള്ളപ്രവാചകന്മാരിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. അവരെവിടുന്ന പുറപ്പെട്ടത്? നിങ്ങളുടെ ഇടയിൽ നിന്നാണ് അവർ പുറപ്പെടുന്നത്. അവരെങ്ങനെ പുറപ്പെടുന്നത്? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ തന്നെ പറഞ്ഞു അതേ സ്തോത്രം ആടുകളെ പോലെ, കുഞ്ഞാടിനെ പോലെ അവർ പുറപ്പെട്ട് വരും. പക്ഷേ അവരെങ്ങനെയാണ് അവരുടെ സ്വഭാവം? ഉള്ളിൽ അവർ സ്തോത്രം അതേ കടിച്ച് കീറുന്ന ചെന്നായെ പോലെ. കടിച്ച് കീറുന്ന ചെന്നായി. എല്ലാ ചെന്നായ്ക്കളും കടിച്ച് കീറില്ല. പല ഇനങ്ങളുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ഇനത്തിൽപ്പെട്ട ഒരു ചെന്നായി ടീമാണ് എന്താണ് കടിച്ച് കീറുന്ന സ്വഭാവം അവർക്ക്. എല്ലാ ചെന്നായ്ക്കളും കടിച്ച് കീറില്ല. പക്ഷെ ചില ഇനം ചെന്നായ്ക്കൾ കടിച്ച് കീറുന്ന സ്വഭാവം. അതിനെയാണ് കർത്താവ് പറയുന്നത്. അതിനെ സൂക്ഷിക്കണം. എങ്ങനെയാണ് അവൻ കടിച്ച് കീറാൻ താല്പര്യപ്പെടുന്നു അതുപോലെയാണ് പിശാചിൻ്റെ സ്വഭാവം. ദൈവസഭയെ തകർക്കുവാൻ, ഒരു വിശ്വാസി കുടുംബത്തെ തകർക്കുവാൻ അവൻ ശക്തിയോടെ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അപ്പോൾ സൂക്ഷിച്ചു കൊള്ളേ. മാത്രമല്ല പുളിപ്പ് ഹല്ലേലൂയ പുളിപ്പിനെ പരീക്ഷന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും സ്തോത്രം അവരെ പുളിപ്പിനെ നീ സൂക്ഷിക്കണം. എന്താ അവരുടെ പുളിപ്പാണ് മാനുഷിക കൽപ്പനകൾ. ദൈവം പറഞ്ഞ കൽപ്പനകളെ കോട്ടിക്കളയുന്ന അനുഭവം. അതുകൊണ്ട് സ്നാനപ്പെടാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്? വെറുതെ തളിച്ച സഭകളൊക്കെ നമ്മുടെ മറ്റുള്ള പള്ളികൾ നടക്കുന്ന അതാണല്ലോ. എനിക്കുണ്ടായിരുന്ന അനുഭവം. എൻ്റെ ഭാര്യയ്ക്ക് നാമധേയ ക്രിസ്ത്യാനി കൂട്ടുന്നെല്ലാം അങ്ങനെയാണ്. വെള്ളോട്ട് തളിക്കുക, കുഞ്ഞിനെ സ്നാനം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ മാനുഷിക കൽപ്പനകൾ വന്നു. മാനുഷിക കൽപ്പന ഭയപ്പെടാൻ വേണ്ടിയല്ല, ദൈവത്തെ ഭയപ്പെടാൻ വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. കർത്താവ് വീണ്ടും പറയുന്നു, നിങ്ങൾ ആരും ഹല്ലേലൂയ ഈ ചെറിയവരിൽ ഈ കുഞ്ഞിനെ പോലെ ആയിത്തീർന്നില്ല എങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ദൈവരാജ്യം കാണുക പോലും ഇല്ല. സൂക്ഷിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അവരെ പോലെ ആയിത്തീരുവാൻ. അവരെ ആരും ഇടർച്ചയ്ക്ക് കാരണമായി തീരരുത്. ശിശുക്കൾ ഇടറിപ്പോവാൻ എൻ്റെ വിശ്വാസം നിമിത്തം, എൻ്റെ പ്രവൃത്തി നിമിത്തം നമ്മളെ മക്കൾ ഇടറിപ്പോവാൻ ഇടവരുത്. അത് ദൈവസന്നിധിയിൽ പാപമാകുന്നു. സ്തോത്രം.
വേഗത്തിൽ സഹായിച്ചു തരണം. വേഗത്തിൽ ഒന്നുകൊണ്ട് വാക്യങ്ങൾ പാപത്തെക്കുറിച്ച് വേഗം പറയാം. നമുക്ക് പൊതുവേ പാപം എന്ന് പറയുമ്പോൾ അത് കള്ളുകൂടിയും വ്യഭിചാരവും കൊലപാതകവും സിനിമ കാണുന്നത് തെറ്റാണ്, പാപമാണ്. എങ്കിലും അതൊക്കെ പക്ഷേ ഇപ്പം ഇന്ന് നമ്മൾ ഒത്തിരി വിശ്വാസികൾ പാസ്റ്റർമാർ ഉൾപ്പെടെ സിനിമയും കാണുന്നുണ്ട്. സിനിമ കണ്ടില്ലെങ്കിൽ TV ന്യൂസ് ഒത്തിരി കേൾക്കും. അല്ലാത്ത പക്ഷം ഒത്തിരി സ്പോർട്സ്, ചിലർ സ്പോർട്സിന് പ്രാന്തന്മാരാണ്, പാസ്റ്റർമാർ ഉൾപ്പെടെ സ്പോർട്സിന് പ്രാന്തന്മാരാണ്. സ്തോത്രം. കാണാം, പക്ഷെ പ്രാന്താകല്ല. കാരണം എന്താണ്? സമയം അത് മാറ്റിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും ആരാധിക്കുവാനുള്ള സമയം അത് കവർന്നെടുക്കുന്നു. സ്തോത്രം. ഒരു പാപം ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായ ശമൂവേൽ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നു. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. 1 ശമൂവേൽ 12:23. ദയവായിട്ട് അതെടുക്കണ്ട. പുതിയ നിയമത്തിൽ വരാം. സ്തോത്രം. ധാരാളമുണ്ട്, 100ഓളം വാക്യങ്ങൾ ഉണ്ടെങ്കിലും പാപത്തെക്കുറിച്ച് 1-2 വാക്യങ്ങൾ മാത്രം. അത് പഴയ നിയമത്തിൽ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ അത് സ്തോത്രം. റോമാലേഖനം 14 ലാസ്റ്റ് വാക്യം അതൊന്ന് വായിക്കണം. റോമർ 14 അവസാനത്തെ വാക്യം, 23-ാം വാക്യം തോന്നുന്നു. വിശ്വാസം നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാകുന്നു. കിട്ടിയ റോമർ 14 അവസാനത്തെ വാക്യം, 23-ാം വാക്യമാണെന്ന് തോന്നുന്നത്. കുഞ്ഞുങ്ങളിവിടെ ആരും ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോ മക്കളോ? ഇവിടെ ഫസ്റ്ററോ? മോൾ സ്കൂളിലാണ്. അതോ അമ്മയാണോ? പഠിക്കുന്ന കൊച്ചാണോ? പഠിക്കുക. പിന്നെ തിരക്ക് എനിക്ക് കാണാപ്പാടാ. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. നിങ്ങൾ വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്ന വാക്യമുണ്ടോ വെളിപ്പാടിൽ? വായിച്ചാൽ നിങ്ങൾക്ക് ഗുണം. പ്രൈസ് ലോർഡ്. അവൻ കുറ്റക്കാരനായിത്തീരുന്നു. ഒന്നും കൂടി വ്യക്തമായ താഴെ പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് അങ്ങനെ ഒരു ഭാവമുണ്ട്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത, വിശ്വാസം ഇല്ലാതെ എന്ത് ചെയ്താലും, പാട്ട് പാടിയാലും പ്രാർത്ഥിച്ചാലും അതേ സ്തോത്രം പറഞ്ഞാലും സ്തോത്ര കാഴ്ച ഇട്ടാലും വിശ്വാസം ഇല്ലാതെ ചെയ്താൽ ദൈവസന്നിധി പാപം ആകുന്നു. വരാം യാക്കോബിന്റെ ലേഖനം 2:9. യാക്കോബ് 2:9. നിനോഷ എടുത്തോ, വായിച്ചോ. മുഖപക്ഷം കാണിച്ചാലോ? അപ്പം അങ്ങനെ ഒരു പാപം ഉണ്ടല്ലേ. ഏതാ മുഖപക്ഷം? ഞാൻ നിന്റെ തലയല്ല വാലാക്കും. നമുക്കിഷ്ടമാണ്. പക്ഷേ ഈ മാർഗം കഷ്ടത മാർഗം. യേശു പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ഇന്നിവിടെ 2-3 പ്രാവശ്യം പറഞ്ഞു. പാസ്റ്റർ ഉൾപ്പെടെ അനീഷ് സോളൊക്കെ പറഞ്ഞു, കഷ്ടമുണ്ട്, കഷ്ടമില്ലാതെ ഇല്ല. കാരണം എന്താണ്? അവിടെ പോകുമ്പോൾ യേശു പറഞ്ഞു, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. സ്വർഗത്തിൽ കഷ്ടമില്ല, സ്വർഗത്തിൽ ദുഃഖമില്ല, കണ്ണുനീരില്ല, രോഗമില്ല, മരണമില്ല. ഞാൻ ഒന്നും കൂടെ ചേർത്ത് ഈ നാളുകൾ പറയാറുണ്ട്. തെറ്റായ കാര്യമൊന്നുമല്ല, ബൈബിളിലില്ല, പക്ഷേ യാഥാർത്ഥ്യമാണ്. അവിടെ പ്രാർത്ഥനയും ഉപവാസവും ഇല്ല. ഉണ്ടോ? വേണോ? അത് പറഞ്ഞോ, ഞാൻ വഴക്ക് പറയില്ല. സ്വർഗത്തിലെ പോകുമ്പോൾ അവിടെ പ്രാർത്ഥനയും ഇല്ല, ഉപവാസവും ഇല്ല. വേണോ? ഇല്ല. കാരണം ഇവിടെയാണ് നമ്മുടെ ആവശ്യങ്ങൾ. അവിടെ പോയ ആവശ്യമൊന്നും ഇല്ല. അവിടെ ചെന്നാൽ ആരെ കാണും? മരിച്ചുപോയ അപ്പാപ്പനെയല്ല കാണാൻ പോകുന്നത്. മരിച്ചുപോയ എൻ്റെ മമ്മി ജോയ്സിനെയല്ല ഞാൻ കാണാൻ പോകുന്നത്. മരിച്ചുപോയ എൻ്റെ ഹല്ലേലൂയ അതേ ഭാര്യയുടെ അല്ലെങ്കിൽ എൻ്റെ അമ്മായിപ്പൻ, എൻ്റെ ഭാര്യയുടെ അപ്പനെയല്ല കാണാൻ പോകുന്നത്. പിന്നെയോ അവനെ മുഖാമുഖം കാണും. അവൻ മുഖാമുഖം കാണും. അതെ ഹല്ലേലൂയ. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ളവനെ നാം കാണാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 1:13 വേഗത്തിൽ വായിച്ചേ. അവനെങ്ങനെയാണ് കാണുന്നത്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അത് ഇവിടെ കണ്ട് ശീലിച്ചാലേ അവിടെ പോയാൽ പൂർണ്ണ രസം കാണാൻ പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ ആകെ 4-5 വാക്യത്തിൽ അവൻ എങ്ങനെ ഉണ്ടാകുമെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. താടി വെച്ച് നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന, പള്ളിയിലൊക്കെ ഉണ്ടായവർക്ക് അറിയാലോ, ആ താടി വെച്ച യേശു ഒന്നല്ല. പിന്നെ ആരാ? നമ്മോട് കൂടെ കഷ്ടങ്ങളെ ഏറ്റവും അടുത്ത തുണയായവൻ. അവൻ്റെ മുഖം കാണുമ്പോൾ എങ്ങനെയാ? കഷ്ടത്തിലാണ് ആ മുഖം കൂടുതലായി കാണാൻ പറ്റുന്നത്. കഷ്ടം അനുഭവിക്കുന്നതായ സ്തോത്രം. കഷ്ടം സഹിച്ചാൽ അവന് കൂടെ വാഴും എന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയും. കഷ്ടം സഹിച്ചാൽ അവനോട് കൂടെ വാഴും. 2 തിമോത്തിയോസ് 2 ആരോണ്ടൊക്കെ ഇവിടെ വായ ചലിപ്പിച്ചു സ്തോത്രം. അപ്പോൾ വാക്യം അറിയാം, ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വായിച്ച മോളെ മക്കളെ, വെളിപ്പാട് 1:13 മുതൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആൻറ്റി പോട്ടെ വായിച്ചോ. മാർത്ത് പൊൻകച്ച കെട്ടിയവൻ വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാല കുത്തത്,
കാല് ഉളിയെ ചുറ്റി പഠിപ്പിച്ച അത് എങ്ങനെ തോന്നും? വെള്ളോട് സദൃശം. എന്നാൽ സ്വർണം പോലെ തോന്നും. അവന്റെ അങ്കിയോ അതും സ്വർണം പോലെ തോന്നും. വായിച്ചോ. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം. പക്ഷെ അത് നമ്മളെ കേൾപ്പിക്കുമ്പോൾ മൃദുവായ ശബ്ദമാണ്. ആരും കേൾക്കൂല. തൊട്ടപ്പുറത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യ പോലും കേൾക്കുന്ന ഈ മൃദുവായ ശബ്ദം അവൻ സംസാരിക്കും. പക്ഷെ അവന് യഥാർത്ഥ ശബ്ദം പെരുവെള്ളത്തിന്റെ. അത് ശരിക്കും കേട്ടാൽ നമ്മൾ സമുദ്ര തീരത്തിൽ പോയി നിന്ന് അവിടെ ആൾക്കാരെ ചോദിച്ചാൽ നമുക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല. വായിച്ചോണ്ടി. ആ ആ അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമാകിയ സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ 12 മണി നേരത്ത് അതേ ഉച്ച സൂര്യനെ കാണാൻ നമുക്ക് ഒരു സെക്കൻഡ് പോലും പറ്റില്ല. പക്ഷെ ആ സൂര്യനെ നിർമ്മിച്ച ദൈവം അവന്റെ മുഖം ഹല്ലേലൂയ നേരിട്ട് നാം കാണാൻ പോകുന്ന നാളുകൾക്കായി സ്തോത്രം. കെട്ടുകഥയല്ല, 2000 വർഷമായിട്ട് പറഞ്ഞ് അതേ സ്വതം പഴഞ്ചൊല്ലായിട്ടല്ല. ഇന്നും ഹല്ലേലൂയ വേണമെങ്കിൽ അത് സംഭവിക്കാം. പക്ഷെ ഇന്നും കർത്താവ് ചെയ്യില്ല. കാരണം നമ്മളിൽ ചിലരൊക്കെ ഒരുങ്ങിയിട്ടില്ല. അല്ല വേണമെങ്കിൽ പറയാം, എല്ലാവരും ഒരുങ്ങിയിട്ടില്ല. സ്വതം എല്ലാവരും ഒരുങ്ങി. പാസ്റ്റർ ഉൾപ്പെടും. പാസ്റ്ററോടെ ഉണ്ട്. കാരണം എന്താ? പണി തീർന്നവരെ കർത്താവ് വിളിക്കും. മുമ്പേ പോയവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. നമ്മളെന്താ ബാക്കി വെച്ചത്? ചെറുതൊന്നായിരിക്കും, ചെറിയൊരു പണി ബാക്കിയുണ്ട്. കാരണം ഞാൻ ഓർക്കായിരുന്നു പാസ്റ്റർ പറഞ്ഞപ്പോൾ, അല്ല പാസ്റ്റർ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ ബാത്റൂം പോയി തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് സ്ഥലം നോക്കി. സ്ഥലം മൊത്തമൊന്നും കറങ്ങിയില്ല, മേടിക്കാനൊന്നുമല്ല, ഒന്നും ചെയ്യാനുമല്ല. വെറുതെ നോക്കിയപ്പോൾ നല്ലൊരു ഇടം എനിക്ക് തോന്നി. ആ പാസ്റ്ററോട് വെച്ച് എങ്ങനെ അത് പണിത്. അപ്പോൾ പറഞ്ഞു ഞാൻ അതിൻ്റെ പ്ലാനിങ് ചെയ്ത് കൊടുത്തു. സ്തോത്രം. അവിടെ വെച്ച് ചില പണികൾ ചെയ്തു. അപ്പോൾ ദൈവാത്മനെ ഓർപ്പിച്ച കാര്യം എഞ്ചിനീയർ ആണല്ലോ, ആ IT-യിൽ ചില പണികൾ ചെയ്യിപ്പിച്ചു. ഇവിടെ ഇതിൻ്റെ പണിക്ക് ചില കാര്യങ്ങൾ തുടക്കം കർത്തദാസൻ നിമിത്തം ചെയ്തെങ്കിൽ കർത്താവിൻ്റെ സമയം വരെ ദൈവം എന്താ ആഗ്രഹിക്കുന്നോ ആത്മീയമായി ഭൗതികമായി ചില പണികൾ ദൈവാത്മാവ് തന്നെ കൊണ്ട് കുടുംബത്തെ കൊണ്ട് ചെയ്യപ്പെട്ട ദൈവ സഭയോട് ചേർന്ന് കർത്താവ് ആത്മാവ് ചെയ്യിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്വന്തം. അപ്പോൾ സൂക്ഷിപ്പാൻ നമുക്ക് വളരെ ആവശ്യമാണ്. ഒരു വാക്യം കൂടി, അത് നമ്മൾ സ്വന്തം മുഖപക്ഷമാണല്ലോ പറയും, മുഖപക്ഷം. അപ്പോൾ ദൈവപര്യത്തോട് മുഖപക്ഷം ചെയ്താൽ പാപം. ഇനി മനുഷ്യരോടോ, എനിക്ക് ചിലരെ ഇഷ്ടമാണ്, ചിലരെ ഇഷ്ടമല്ല, പാപം. എങ്കിൽ ചില പാസ്റ്റർമാരെ ഇഷ്ടമാണ്, ചില പാസ്റ്റർമാരെ ഇഷ്ടമല്ല. പ്രവാചകന്മാർക്ക് ധാരാളം ഇഷ്ടമാണ്. പൊതുവേ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പൊതുവേ പ്രവാചകന്മാരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഏത് പ്രവാചകനായിരിക്കണം? അമേരിക്ക പോവും, അത് മഞ്ഞ് വീഴുന്ന രാജ്യം പോവും. മഞ്ഞ് വീഴുന്ന രാജ്യം ഇവിടെ കാശ്മീരുണ്ട്. ഞാൻ കൊണ്ടുപോവാം. ഞാൻ പോയിട്ട് ഞാൻ ഭാര്യ 6 മാസം ഗർഭിണി എന്ന പോലെ സിസ്റ്റ് വന്നിട്ട് വയറ് വീർത്തിട്ട് ഞങ്ങൾ പോയതാണ്. കാല് ഞാൻ ചട്ടിക്കാലം 1.5 കാലമായിട്ട് കുഷ്ഠം പിടിച്ച പോലെ ഒരു രോഗം അത് ഇടയ്ക്കുണ്ട്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ 1.5 മാസം, ഈ കഴിഞ്ഞ 1.5 മാസം അല്ല 2 മാസം മുമ്പേ കിടപ്പായിരുന്നു. ഇന്ന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. എന്താണ് കാരണം ഇന്ന് 2 മാസം അല്ല 3 മാസം, മെയ് മാസം 12-ാം തീയതി ഞാൻ കുളിച്ചതാണ്. പറഞ്ഞാൽ എവിടെ നമ്മൾ പുറത്ത് പോകുമ്പോൾ പകൽ കുളിക്കുമല്ലോ. പ്രത്യേകിച്ചും സഭായോഗത്തിന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്തായാലും കുളിക്കും. 3 മാസം കുളിക്കാൻ പറ്റിയിട്ടില്ല രോഗം നിമിത്തം. ഇന്ന് ആദ്യമായിട്ടാണ് പാസ്റ്റർ സ്തോത്രം കുളിച്ചിട്ട് വന്ന്, അങ്ങനെ തന്നെ പറയാം, കുളിച്ചിട്ട് വന്ന് ഒരു മീറ്റിങ്ങിന് കുളിച്ച് വന്ന് 3 മാസം. അതിൻ്റെ ആ 3 മാസം അത് ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊന്ന് 10-21 വർഷമായിട്ട് അനുഭവിക്കുക. അതുകൊണ്ട് എങ്കിലും ഈ ദേശത്ത് വന്ന് അങ്ങനെ കിടപ്പായി കാല് പൊക്കിയേ വെക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. പക്ഷേ ഇവിടെ വന്ന് അല്പസമയമെങ്കിലും മുട്ടുകുത്തുവാൻ കർത്താവ് ബലപ്പെടുത്തി ഓർത്ത സ്തോത്രം. അതിലും വലിയ വിഷയം. അപ്പോൾ ദൈവത്തിന് ദൈവസഭയെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഹിന്ദിക്കാർ 2 വിശ്വാസികളായ ആസാംകാരായ 2 ഹിന്ദിക്കാരെ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടു. അവരെങ്ങനെ വന്നെന്നറിയോ? സ്തോത്രം. ബൈബിൾ പിടിച്ചോണ്ട്, തുറന്ന ബൈബിൾ അവർ പിടിച്ചുകൊണ്ട് ബസ്സിൽ കയറി. മലയാളി പോലും ചെയ്യാത്ത കാര്യം. സ്വന്തം ബസ്സിൽ പോകുന്നതന്നെ കുറവാണ് നമ്മളല്ലേ. കർത്താവ് അനുഗ്രഹിച്ച് നമുക്ക് എല്ലാവർക്കും വണ്ടിയുണ്ട്. അല്ലാത്തവർക്കായി സ്തോത്രം. ബസ്സിൽ കയറുമ്പോൾ ആ ബൈബിൾ കണ്ടിട്ടാണ്, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ അറിയുന്നത് അത്രയും വലിയ വെളിപ്പാടും നിദർശനമൊന്നുമല്ല ഞാൻ. പക്ഷെ ആ 2 പേർ ബാക്കിൽ കൂടി കയറി, അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്ന പരിചയപ്പെട്ടു. ഞങ്ങൾ ആസാമിൽ പോയ ആ സ്ഥലത്തിന് അടുത്ത് അവരുടെ വീട്. അവർ ആരാധനയ്ക്ക് പോയി ചെങ്ങന്നൂർ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. അവിടെയുള്ള വിശ്വാസിയെ കേരളത്തിൽ കൊണ്ടുവന്നു, അല്ല ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് ആരാധിപ്പിക്കുന്ന ദൈവപ്രവൃത്തി. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ വിടുവിക്കപ്പെടണം. അവിടെ വിടുതൽ പ്രാപിച്ചവരാ അവർ ഇവിടെ വന്ന ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നു. സ്തോത്രം. വായിച്ചേ ഹല്ലേലൂയ. യാക്കോബ് 4-ന്റെ അവസാനത്തെ വാക്യം, 17-ാം വാക്യം. യാക്കോബ് 4:17. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ എല്ലാം കൂടി ചേർത്തോറ്റ് വാക്കിയ എളുപ്പത്തിൽ. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന്
പാപം. എല്ലാ സഭകളും കഴിഞ്ഞ വെള്ളിയാഴ്ച പോയ സഭയിലും പറഞ്ഞു. സ്തോത്രം. എന്താണ് ഹല്ലേലൂയ? നമുക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്. അത് ദൈവസഭ ആക്കി വെച്ചത് പാസ്റ്റർമാരോ യേശുക്രിസ്തു പറഞ്ഞല്ല നിങ്ങൾ വെള്ളിയാഴ്ച കൂടി വരണം. ദൈവസഭ എല്ലാ പ്രസ്ഥാനങ്ങളും പറഞ്ഞു കാണിയ വെള്ളിയാഴ്ച പ്രാർത്ഥന. ആരും വരുന്നില്ല. ആരും വരുന്ന ഉദ്ദേശിച്ചത് എല്ലാവരും മൊത്തത്തിൽ ഞാൻ പറയുന്നത് ആകെ 10-15 പേരുണ്ടാവും. ആ 10-15 പേരോ നരച്ച തലമുടി ആയിരിക്കും. യവനക്കാർ ജോലിക്കും പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ USA അമേരിക്കയിൽ പോയല്ലോ, പ്രായമുള്ള ആൾക്കാരുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ അത് പാപമാകുന്നു. എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ച് ചോദിക്കും. സ്വന്തം നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അതേ മാസത്തിലെ ഒരു ഹല്ലേലൂയ വെള്ളി ശനി ഞായർ, അവസാനത്തെ വെള്ളി ശനി ഞായർ ഉപവാസ പ്രാർത്ഥന, മാസത്തിലെ ഉപവാസ പ്രാർത്ഥന ആരൊക്കെ വരുന്നുണ്ട്? അപ്പം ദൈവസഭ കമ്മിറ്റിയായിട്ട് തീരുമാനിച്ച കാര്യമാണെങ്കിൽ വരാത്തവർ പാപം ചെയ്യുന്നു. ഞാനല്ല, ബൈബിൾ പറയുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൾക്ക് അത് പഠിപ്പ് നിമിത്തം ഹല്ലേലൂയ ട്യൂഷൻ, സ്കൂളിലെ പഠിത്തമുണ്ട്, പിന്നെ ട്യൂഷനുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ട്യൂഷൻ. സ്വത്രം സ്വത്രം. കർത്താവ് ചോദിക്കുന്നത് നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. ആത്മാവിൽ സ്വത്രം. തെറ്റിച്ച് വാക്യം വന്നാണെങ്കിൽ അനീശ്വരർ പറഞ്ഞ വാക്യം ആൻറ്റിമാർ വായിച്ചപ്പോൾ തെറ്റിച്ചെങ്കിൽ സ്വത്രം അത് വാക്യം എനിക്ക് ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, കളിയാക്കുന്നവരോട് നിങ്ങൾ പറയണം മനുഷ്യനോടല്ല. പ്രാപിക്കണം കേട്ടോ. പാസ്റ്റർ അതിനു വേണ്ടി ചെയ്യും കാര്യങ്ങൾ. സ്വത്രം. അന്യഭാഷ സംസാരിക്കുന്നവൻ അവൻ ദൈവത്തോട് മർമ്മം സംസാരിക്കുന്നു. ഏത് മർമ്മം? ഇന്ന് പകൽ ദൈവസഭയായി നമ്മൾ ആരാധിച്ചപ്പോൾ, അന്യഭാഷ സംസാരിച്ചപ്പോൾ ബ്രസീലിലുള്ള ഒരു സഭയ്ക്ക് വേണ്ടി ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ചു. അറിഞ്ഞോ? ഇല്ല. ചൈനയിലുള്ള അതേ പീഡ അനുഭവിക്കുന്ന അതേ ഒരു പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ഹല്ലേലൂയ. UP-യിലും അതേ ജാർഖണ്ഡിലും ജയിലിൽ അടയ്ക്കപ്പെട്ട പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ 1 മാസം മുമ്പ് 1.5 മാസം മുമ്പേ ഒരു സഭയിൽ വെച്ച് ഞങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. നീ ഇതോട് പോകുന്നിടത്തൊക്കെ പറയേണ്ട ഒരു കാര്യം എന്താണ്? ജയിലിൽ ഉള്ള ഒരു വർഷം അവിടെ UP-യിലൊക്കെ ഒരു വർഷമായി സ്നാനപ്പെട്ടിട്ടുള്ളൂ. ബൈബിൾ സ്കൂൾ വിടാവുന്ന സാവകാശമില്ല. അവരെ പാസ്റ്ററാക്കി വെച്ചു. കാരണം ആളില്ലല്ലോ. അവരെ ഗ്രാമത്തിൽ അവരെ പാസ്റ്ററാക്കി വെച്ചു. അവരെ പിടിച്ചുകൊണ്ടുപോയി. അവരിന്ന് ജയിലില്ല. ഗർഭിണിയായ ഭാര്യമാർ 3 മാസം 6 മാസം ഒക്കെ ഗർഭിണിയായ സഹോദരിമാർ ജയിലിൽ അവർ എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ത്യയിലുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ ആരും സഭായോഗം മുടക്കല്ലേ. ഞങ്ങളുടെ ഗതിയല്ല, ഞങ്ങളുടെ കഥ എങ്ങനെയാ? സ്തോത്രം. ഞങ്ങളിവിടെ ഉള്ള അവസ്ഥയിൽ അവർ അടിയും ഇടിയും കൊണ്ട് അവർ കർത്താവിനെ ആത്മാനുസൃതം ആരാധിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി ആകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവസം അവിടെ പറയാണ്, സൂക്ഷിച്ച് കൊള്ളുക, സാവധാനമായിരിക്കുക, ടെൻഷൻ പിടിക്കല്ലേ. സ്തോത്രം. അത് കഴിഞ്ഞ ദിവസം പോയ സഭയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതേ, സാവധാനമായിരിക്കും. എന്താ? സമാധാനമായിരിക്കുക. ഏത് വിഷയം വന്നാലും. അതുകൊണ്ട് മക്കളെ എപ്പോഴും പറയുന്നത്, മമ്മി ടെൻഷൻ പിടിപ്പിക്കില്ലേ. എന്ത്? പരീക്ഷയുടെ ടെൻഷൻ, ട്യൂഷൻ്റെ ടെൻഷൻ, എല്ലാ ടെൻഷൻ മമ്മിയാണ്. എല്ലാ ടെൻഷൻ മമ്മിയല്ല എങ്കിലും കുഞ്ഞുങ്ങൾ മമ്മി വന്ന് ടെൻഷൻ പിടിക്കല്ലേ എന്ന് പറയുന്ന. സ്തോത്രം. അതുപോലെ ടെൻഷൻ പിടിക്കല്ലേ. സ്തോത്രം. അവൻ്റെ കയ്യിൽ ഭയമിക്കുക, അവൻ്റെ കയ്യിൽ ഭയമേൽപ്പിക്കുക. അവൻ അതേ യുക്തമായി നന്നായി അവൻ ചെയ്യും. വീണ്ടും താഴോട്ട് പറയാണ്. സ്തോത്രം. ഈ 2 മുറിക്കൊള്ളി നിമിത്തം, യെശയ്യാവ് 7 അത് 4 ഈ 2 കൊള്ളി നിമിത്തം നീ ഭയപ്പെടരുത്. മുറിക്കൊള്ളി എന്നറിയാമല്ലോ. മുറിക്കൊള്ളി ഞാൻ അധികം കത്തിച്ചിട്ടില്ല. ഞാൻ ജനിച്ച സമയത്തൊക്കെ ഗ്യാസാണ് കണ്ട് കണ്ടിട്ടുണ്ട്. മുറിക്കൊള്ളി ഇപ്പൊ കൈക്ക് പിടിക്കാനേ ഉള്ളൂ, കത്താൻ ഇനി ഇല്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഈ 2 മുറിക്കൊള്ളി നിമിത്തം നീ ഭയപ്പെടരുത്, നീ ഭാരപ്പെടരുത്. കാരണം എന്താണ്? പുക മാത്രമേ ഉള്ളൂ. പക്ഷെ പിശാച പരിപാടി എന്താ? അലറുന്ന സിംഹം എന്ന പോലെ പല്ലില്ല. ഈ പുക നിമിത്തം നമ്മളെ പേടിപ്പിക്കാൻ അവന് പദ്ധതിയുണ്ട്. പുക നിമിത്തം തീയല്ല കാണിക്കുന്ന പുക. നമ്മൾ പലരും പേടിച്ച് പോയിട്ടുമുണ്ട്. ഈ മുറിക്കൊള്ളി നിമിത്തം നീ ഭയപ്പെടുക, അവരുടെ ഉഗ്രകോപ നിമിത്തം. ലാസ്റ്റ് വാക്യം വെളിപ്പാട് 12:12. അവൻ്റെ ഉഗ്രകോപം എന്താണ്? ഹല്ലേലൂയ. സ്വന്തം സഹോദരനെതിരായി അവൻ ആരെ കൂട്ടുപിടിച്ചു? അവൻ ജാതികളെ കൂട്ടുപിടിച്ചിട്ട്, ഇസ്രായേൽ ജാതിയെ കൂട്ടുപിടിച്ച് യഹൂദക്കെതിരായി വന്നിരിക്കുന്ന ഭാഗത്തിലാണ് ദൈവാത്മാവ് ആലോചന കിടക്കുന്നത്. നീ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ സാവധാനമായിരിക്കുക. നീ ഭ്രമിച്ച് നീ ഭയപ്പെട്ടു പോകരുത്. പിന്നെ എന്താ? നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. നിന്റെ ധൈര്യം
ക്ഷയിച്ചു പോയി. ആര് മഹാക്രോധമായാലും അതിൽ നിന്ന് വിടുവിച്ച ഒരു കർത്താവ് പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെയും വിടുവിക്കും. വെളിപ്പാട് 12:12 ഭൂമിക്കും ആ ആ ആ ആ പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ ഇടയിൽ എന്നെ ഇറങ്ങി വന്ന ആദാം ഹവ്വയിലും അത് ആദ്യമായി ഇറങ്ങി വന്നു. പിന്നെ ഈ ഭൂമിയിൽ വെച്ച ആദ്യത്തെ സന്തതി ജ്യേഷ്ഠൻ അനിയനെ കൊന്നു. ജ്യേഷ്ഠൻ അന്ന് ആ വേറെ ജാതികളൊന്നുമില്ല, കത്തോലിക്കരോ സീസക്കാരോ അല്ലെങ്കിൽ ഹിന്ദുവും ജാതിയൊന്നുമില്ല, അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ജ്യേഷ്ഠൻ അനിയനെ കൊന്നു. അന്ന് മുതൽ ആരംഭിച്ച അവന്റെ പ്രവൃത്തിയായി ഇന്നും ശക്തമായി ദൈവസഭയെ തകർക്കുവാൻ, ദൈവമക്കളെ കുടുംബങ്ങളെ തകർക്കുവാൻ, അത് ദൈവദാസന്മാരെ കുടുംബങ്ങളെ തകർക്കുവാൻ അവൻ ശക്തിയോടെ മഹാക്രോധത്തോടെ പ്രവർത്തിക്കുന്നു. അത് ആത്മീയനെ അത് മനസ്സിലാവത്തില്ല. എല്ലാവർക്കും അത് എല്ലാം പറയും, ഒരു രോഗം വന്ന് മരിച്ചു. പാസ്റ്റർ നേരത്തെ പറഞ്ഞത് അവരുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സഭയിൽ നടന്നത്. പലയിടത്തും കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളൊരു മീറ്റിംഗ്, സൂം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പാസ്റ്ററിൻ്റെ നഖം സ്വന്തം ഭാര്യ തന്നെ അറിയാതെ കഥകളുടെ ഇടയിൽ അറിഞ്ഞുപോയി. അത് മുറിഞ്ഞ് എല്ലൊടിഞ്ഞു. സ്വന്തം ഭാര്യ നമുക്ക് എന്നും പറയാൻ പറ്റും. അപ്പം ചെറുതും വലുതുമായ എത്രയോ പാസ്റ്റർമാർ മരിച്ചു പോന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് അറിയാം, ഞങ്ങൾ അറിയുന്നു. ദേവദാസൻ സ്വന്തം ക്യാൻസർ മരിച്ചു, സഹോദരി കിഡ്നി ഫെയിലിയർ മരിച്ചു, 2 മക്കൾ, 22 വയസ്സിന് മോളും 14 വയസ്സിന് മകനും അനാഥരായി. നമ്മോട് ദൈവമക്കളെ, നമ്മോട് കർത്താവ് വലിയ കരുണ കാണിച്ചു. അതുകൊണ്ട് ഇരട്ടി ഹല്ലേലൂയ, അതേ ആദരവ്, ഇരട്ടി മാനം, ഇരട്ടി ആരാധന, ഇരട്ടി സമയം അവന്റെ സമയം പ്രാർത്ഥിപ്പാൻ വളരെ ആവശ്യമാകുന്നു. ജാതികളുടെ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചിങ്ങം 1 ഇന്നലെ ആരംഭിച്ചല്ലോ. എല്ലായിടത്തും അമ്പലങ്ങളിൽ അവരുടെ പരിപാടികൾ എന്തിനു വേണ്ടിയാ? ദൈവസഭയെ തകർക്കുവാൻ. നമുക്ക് പട്ടാളക്കാരൻ്റെ ജോലി തന്നിട്ടുണ്ട്. ഇവിടെ ഈ രാജാവിനോട് പറയാം, നീ സൂക്ഷിക്കണം, പ്രമാണം സൂക്ഷിച്ചാൽ വില കൊടുക്കേണ്ടി വരും. കഷ്ടതകൾ വേറെ ഹല്ലേലൂയ. ഇവിടെ ഇരുന്നപ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ച് കർത്താവ് പറഞ്ഞു, അത് ഗോതമ്പ് മണി നെൽത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ചാകുവാൻ എൻ്റെ ഇഷ്ടങ്ങൾ ഹല്ലേലൂയ ഇല്ലാതാക്കുവാൻ അതിനുവേണ്ടി എന്ത് വേണം? കഷ്ടത വരും, രോഗം വരും, ദുഃഖം വരും, മരണം വരും. പക്ഷെ എന്തിനു വേണ്ടിയാ? ഞാൻ പണിയപ്പെടുവാൻ, എൻ്റെ കുടുംബം, എൻ്റെ സഭ പണിയപ്പെടുവാൻ. മാത്രമല്ല മുന്തിരി ഹല്ലേലൂയ, ദൈവാത്മാവ് ഒന്നും കൂടെ ചേർന്ന് കാണിച്ചത് മുന്തിരി. അതേ മുന്തിരി ചാരെടുക്കണമെങ്കിൽ ചക്കിനകത്തിട്ട് അതിനെ ആട്ടണം. ആട്ടുമ്പോൾ വേദനയുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. പ്രൈസ് ദി ലോർഡ്. യവത്തപ്പം, യവം അത് ഇടിച്ചാലേ അതിനകത്ത് അപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അത് തനിയെ ഇരുന്നാലോ ഒരു ഗുണവുമില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. എല്ലാവരും നമ്മൾ ഫസ്റ്റ് അടിക്കണമെന്നും നമ്മളെല്ലാം UK പോകണമെന്നല്ല. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന അവന് വേണ്ടി മരിക്കാൻ ആരാ ഉള്ളത്? അത് പ്രവാചകന്മാർ മരിച്ചു, യെശയ്യാവ് ഉൾപ്പെടെ മരിച്ചു, തലവെട്ടി. കുടുംബജീവിതം കാര്യങ്ങളൊക്കെ ഉണ്ട്. 66 പുസ്തകം, ശക്തമായ പ്രവചനമൊക്കെ ചെയ്തു. പക്ഷെ അവസാനം എന്താ? തലവെട്ടി. യെരമ്യാവ് ഒട്ടകടലിലിട്ട് ഇടുന്ന അനുഭവം ധാരാളം ഉണ്ടായിരുന്നു. ഹോശേയ, ആമോസ് ഇവരെല്ലാം കൊന്നുകളയായിരുന്നു. പ്രവാചകൻ, പഴയ നിയമ പ്രവാചകൻ, യഥാർത്ഥ പ്രവാചകന് കഷ്ടമുണ്ട്. മഴ പെയ്യില്ല എന്ന് പറഞ്ഞ ഏലിയാവ് താൻ തന്നെ വെള്ളമില്ലാത്ത അനുഭവം അനുഭവിച്ചു, അല്ലേ? പ്രവചിച്ചു, അത് എളുപ്പമായിരുന്നു. പക്ഷെ വന്നപ്പോഴോ 3.5 വർഷം തനിക്കും വെള്ളമില്ല. പക്ഷേ മറുവശം ദൈവം തൻ്റെ വിശ്വാസത്തെയും തന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടി തനിക്ക് വേണ്ടി ദൈവം അത്ഭുത വഴികൾ തുറന്നു. അപ്പോൾ പ്രവാചകൻ, യഥാർത്ഥ പ്രവാചകൻ ആരാണ്? അവൻ പറയുന്ന ദൂതിൽ വേദനയോടെയാണ് പറയുന്നത്. ദൈവജനത്തിന് ആത്മീയമായ അത് വർധനയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. കർത്താനാത്മ നമ്മളെ അതുകൊണ്ട് ഈ വചനങ്ങൾ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. അതേ സൂക്ഷിച്ചു കൊള്ളുവാനും സാവധാനമായി ഇരിപ്പാനും ഭയപ്പെടാതെ, ഭയപ്പെടാതെ ഹല്ലേലൂയ. സ്തോത്രം. അതേ ധൈര്യം ക്ഷയിച്ചു പോകാതെ അന്യോന്യം ഭാരങ്ങൾ ചുമന്നുകൊണ്ട് അതേ ആത്മാവിൽ പോരാടുവാൻ. നമ്മൾ വായിക്കുന്ന അവൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പോരാടുന്നു. ആത്മാവിൽ പോരാടുവാൻ ദൈവാത്മ ഈ നാളുകൾ കൂടുതലായി സഹായികളെ ബലപ്പെടുത്തണേ. കർത്താൻ വരുവാൻ താമസിച്ചാൽ ഇനി ആയുസ്മാർഗം കർത്താൻ ഞങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ വന്ന് കാണാം. കർത്താൻ നിങ്ങളോടൊപ്പം സന്തോഷിപ്പാൻ
താല്പര്യം ഉണ്ടായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസഭയും അതേ ഈ ദേശത്തെ പിടിച്ചെടുക്കുവാൻ സ്വന്തം നമ്മുടെ കാൽ കീഴാണ് ഈ ദേശശക്തികൾ. നമ്മുടെ കാൽ കീഴ് ദൈവസഭയുടെ കാൽ കീഴാണ് ഈ ദേശശക്തികൾ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വെളുപ്പനെ അത് രാത്രി സമയം അലാം വെച്ച് എണീറ്റ് പ്രാർത്ഥിക്കണം. വെളുപ്പനയിൽ കുടുംബ പ്രാർത്ഥന നടത്തണം. രാത്രിയിൽ കുടുംബ പ്രാർത്ഥന നടത്തണം. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസഭ അതെ ഒരുമിച്ച് വന്ന് ദൈവസഭ ആശ്രമ വരാൻ ഇരിക്കേണ്ട. നിങ്ങൾ തന്നെ വന്ന് ഇവിടെ ചൊവ്വാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച 7 ദിവസമാണെങ്കിൽ ഒരുമിച്ച് വന്ന് അത് കുറച്ചുപേരെങ്കിലും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പോരാടുവാൻ. ആലോചനയല്ല, ഒരു സ്വന്തം മാനുഷ്യമായ ചിന്ത നമ്മൾ ചെയ്യേണ്ട കാര്യം. ആലോചന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇവിടെ എഴുതിക്കുന്ന കാര്യം തന്നെയാണ് പ്രവാചകന്മാർ വേറെ രീതിയിൽ പറയുന്നത്. അത് പ്രവചനമായിട്ട് നമ്മൾ വിശ്വസിക്കും. കർത്താവ് പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും? പ്രവാചകനോട് ദൈവം പറയിപ്പിക്കും, നിന്റെ മേൽ ഇടിവെട്ട് വരുന്നു, വണ്ടി ആക്സിഡൻ്റ് ആകാൻ പോകുന്നു, കുഞ്ഞിന് അതേ പ്രയാസം വരാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഇവിടെ അല്ലാതെ പച്ചയോടെ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. അത് ചെയ്യാത്തതുകൊണ്ടാണ് പ്രവാചകന്മാർ വരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ വരവ്, ആ 1000 രൂപ അവിടെ കൊടുക്കുന്ന നേരം കൊണ്ട് അത് സഭയിൽ കൊടുത്താൽ സഭയ്ക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവാത്മാ നമ്മളെ സഹായിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്തിട്ട് സമയം നൽകിയ ക്ഷണിച്ച ദേവദാസനോടും അതേ നന്ദി അറിയിക്കുന്ന സഭയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഭയപ്പെടുന്ന